നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് വൈ സം പീപ്പിൾ ഫിയർ പ്രിന്റ്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് പഠിക്കുമ്പോഴും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർക്കേണ്ട 3 ഗോൾഡൻ പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു 3 പോയിന്റ് ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 5 ഔട്ട് ഓഫ് 5 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിന്റിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന റിലീജിയൻ ആണ്. അന്നത്തെ കാലത്ത് ചർച്ചിനായിരുന്നു ഏറ്റവും വലിയ അതോറിറ്റി ഉണ്ടായിരുന്നത്. ഇപ്പൊ ചർച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ന്യായമല്ലാത്ത ടാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ജനങ്ങൾക്ക് വല്ല വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാരും ചർച്ചിന്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. പക്ഷെ പ്രിന്റ് വന്നു. പ്രിന്റ് കൾച്ചറൊക്കെ ഡെവലപ്പ് ആയ ശേഷം ആൾക്കാർ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് തന്നെ അവിടെ ഉണ്ടായി. അപ്പം പതുക്കെ പതുക്കെ ജനങ്ങൾ അവർക്ക് തോന്നാൻ തുടങ്ങി ഈ ചർച്ച ചെയ്യുന്നത് ശരിയല്ല, ചർച്ച് നമ്മളെ ദ്രോഹിക്കുകയാണ്, ചർച്ച് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് എന്നൊക്കെ ഉള്ള ഒരു ബോധം ജനങ്ങൾ. It began when Martin Luther challenged the church, sparking the Reformation. His ideas spread rapidly. അതൊക്കെ വരാൻ തുടങ്ങി. മാർട്ടിൻ ലൂഥറിനെ പോലുള്ള ആൾക്കാരുടെ റൈറ്റിംഗ്സുകൾ ഈ ഒരു ചിന്താഗതിയെ വളരെ ശക്തമാക്കി. മാർട്ടിൻ ലൂഥറുടെ 99 തീസിസ് പറയുന്ന പുസ്തകം അന്നത്തെ കാലത്ത് നിരവധി ആൾക്കാർ വായിക്കുകയും അവരതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുകയും ചെയ്തു. Why? Justice. Change. അപ്പം പ്രിന്റ് വന്നതുകൊണ്ടാണ് മാർട്ടിൻ ലൂഥറിന് ആ പുസ്തകം പുറത്തിറക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസ് അത്ര ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ജനങ്ങൾ ഇത് വായിച്ചിട്ട് മാർട്ടിൻ ലൂഥറുടെ ഒപ്പം കുറെ പേര് നിന്നു. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് കാത്തലിക് ചർച്ചിനെ രണ്ടായിട്ട് വിഭജിച്ചു. കാത്തലിക് ചർച്ചാണ് ഏറ്റവും പഴയത്. അതിനെ രണ്ടായിട്ട് വിഭജിച്ച് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു മതവിഭാഗം അവിടെ ഫോം ചെയ്തു. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിലീജിയസ് ലീഡേഴ്സിന്റെ പോലെ തന്നെ രാജാക്കന്മാർക്കും പ്രിന്റിനെ പേടിയായിരുന്നു. കാരണം രാജഭരണത്തിനെയും ചില ആൾക്കാരുടെ കയ്യിൽ മാത്രം ഭരണം നിലനിൽക്കുന്നതിനെയും ഒക്കെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ വളരെ ലോജിക്കലായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ തുടങ്ങി. അടുത്ത വരുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും അവരുടെ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ബൈബിളിനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മൊണോക്യോ എന്ന് പറയുന്ന ആൾ. മൊണോക്യോ എന്ന് പറയുന്ന ഒരു സാധാരണ മിൽ വർക്കറാണ്. അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്ട്രീറ്റിൽ നിന്ന് പറയാൻ തുടങ്ങി. ഇത് ചർച്ചിനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുകയും ചർച്ച് പിന്നീട് ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം സ്വതന്ത്ര ചിന്താഗതികളെ ഭയന്നിട്ടാണ് ചർച്ച് ഇൻഡെക്സ് ഓഫ് പ്രൊഹിബിറ്റഡ് ബുക്സ് ഒക്കെ പുറത്തിറക്കിയത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന 3 പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും 5 ഔട്ട് ഓഫ് 5 സ്കോർ ചെയ്യാൻ പറ്റുന്നത്.